ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളായിട്ട് എന്താ പരിപാടി? ഞാനിന്ന് ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടും കണ്ടിട്ടൊക്കെ മടുത്ത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അരിപ്പൊടി കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തത് 2 കപ്പ് പാല്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. പാലൊന്ന് തിക്കായി വന്നെന്ന് തോന്നിയാൽ നമുക്ക് അതിലേക്ക് റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിപ്പൊടി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് റൈസ് പൗഡർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റൈസ് പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതൊന്ന് വറുത്ത് ചൂടായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ പാലൊന്ന് ചൂടായി വരുന്നവരെ നല്ലോണം ഒന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാനുണ്ട്. ആ പാലിലേക്ക് അതൊന്ന് മിക്സായി കിട്ടണം. അതുവരെ നമ്മളത് ഇളക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് റെഡ് കളർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളറിന് ആവശ്യമില്ലെങ്കിൽ കളർ ഒഴിവാക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി, അല്ലെങ്കിൽ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്യുന്നേരം നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഈ അരിപ്പൊടീൻ്റെ കട്ട ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് നല്ലോണം ഒന്ന് ഉടച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ അരിപ്പൊടിക്ക് പത്തിലിന് അരിപ്പൊടിയൊക്കെ കുഴക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ ബോൾസ് ആക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമറിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ചെറിയ പീസ് എടുത്തിട്ട് ബോളാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനിവിടെ എടുത്ത ബോളിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് വലുപ്പം കൂട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിത് ഓരോ ബോൾസ് ആക്കിയിട്ട് സ്റ്റീമറിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താലും മതി. അപ്പോൾ അതും കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ കഴിയാറായിക്ക്. അപ്പോൾ നമ്മൾ ബോൾസൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമില്ലേ അത് ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസില്ലേ അതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ആയാൽ നമ്മളെ ഡെസേർട്ട് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനിയിപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കലക്ക സമാവാത്തി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അലങ്കാര പണികളും കൂടി നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനിങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ആഡ് ചെയ്താൽ മതി. അതും കൂടായാൽ നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ പെരുന്നാളിനിരിക്കട്ടെ വക ഒരു ഡെസേർട്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഫ്രം കൊയാസ് റെസിപ്പി.